ഹായ് ഹലോ ഇന്ന് മിനിയൂട്ടിയിലെ വിശേഷമായാലോ. വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് മിനിയൂട്ടി എന്നുള്ള ഓപ്ഷൻ വന്നത്. പിന്നെ ഒന്നും അങ്ങോട്ട് നോക്കിയില്ല, പോവാൻ തീരുമാനിച്ചിട്ടോ. പക്ഷേ നല്ല ആശങ്ക ഉണ്ടായിരുന്നു, റോഡ് ரொம்ப മോശമാണ് അവിടുത്തേത്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല അറിഞ്ഞത് പോലെയാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മിനിയൂട്ടി വരുന്നത്. പക്ഷേ ഇതുവരെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ അതിൻ്റെ സ്വൽപ്പരിപ്പം അതിലൂടെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഏതായാലും പോവല്ലേ, പോകുന്ന ടൈമിൽ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ചായ അടിച്ചിട്ട് അങ്ങോട്ട് പോവൽ തുടങ്ങാൻ. കേട്ടപ്പോൾ അത് കേൾക്കാത്ത പടി ഹസ്ബൻഡ് അങ്ങോട്ട് നിർത്തിയിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പുറത്തെ ആൾക്കാർ കുടിക്കണുണ്ടാണ്. ഇഷ്മോൾ പറഞ്ഞു ഇത് എനിക്കൊരെണ്ണം വേണമെന്ന്. അപ്പോൾ ഞാനും അങ്ങോട്ട് പറഞ്ഞു എനിക്കൊരെണ്ണം വേണമെന്ന്. അങ്ങനെ 2 കുപ്പി അങ്ങോട്ട് ഓർഡർ ചെയ്ത് ഹസ്ബൻഡ് ചായയും പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, കടക്കാരനോട് പറഞ്ഞു പോരട്ടെ അങ്ങോട്ട് എന്തൊക്കെയാണ് സ്നാക്സ് ഉള്ളത്. അങ്ങനെ എല്ലാ സ്നാക്സും കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ സ്നാക്സ്, ഞങ്ങൾ എപ്പോഴും കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഞാനും എടുത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്കുള്ള വീതം അവർ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ അതിലേക്കുള്ള ചട്ടിനിയായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ കാലിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടാണ് കാലിയാക്കി തീർത്ത് അങ്ങോട്ട് കൊടുത്ത് എല്ലാം അങ്ങോട്ട്. അതിനുശേഷം പിന്നെ ഞങ്ങളങ്ങനെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടോ, ഇവിടെ എത്തിയിട്ടുള്ളൂ, കോട്ടക്കുന്ന് പോകണോ അതോ മിനിയൂട്ടി തന്നെ പോകണോ. ഫൈനലി മിനിയൂട്ടി അങ്ങോട്ട് ഉറപ്പിച്ചു. അതിനിടയിൽ വണ്ടിക്കൊരു തകരാറ് പറ്റി. അപ്പോൾ ഹസ്ബൻഡ് അത് നോക്കാനും വേണ്ടിയിട്ട് നിർത്തിയത്. കാരണം എന്താ അറിയോ, കുന്നും മലയൊക്കെ കയറാനുള്ളതല്ലേ, അപ്പോൾ വണ്ടി അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ വയ്യല്ലോ. അങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയട്ടോ, ഒരു വഴിക്കാണ് ഇറങ്ങുമ്പോൾ വണ്ടി അതിലും വലിയൊരു ടൈറ്റാട്ടലാണെന്ന്. അങ്ങനെ ഹസ്ബൻഡ് വണ്ടിയൊക്കെ നന്നാക്കിയതിന് ശേഷം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ടൈം 4:57. പിന്നെ എൻ്റെ നാട്ടിലൂടെ കേട്ടോ ഈ പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ, അതായത് റോഡ്. അങ്ങനെ അതാ കയറി പോകണം. ഇവിടെ നിന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ട് കേട്ടോ, തിരിക്കാട്ടോ, നമുക്ക് തിരിക്കണമെന്ന്. അപ്പം പിന്നെ ഏതായാലും പോകുന്നതല്ല, ഞങ്ങോട്ട് പോവാം. കണ്ടില്ലേ, വൈബ് ലാൻഡിലേക്ക് ഞങ്ങൾ എപ്പോഴോ ഒന്നും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 1:30 വരവായിരുന്നു. ഇഷ്മോൾ ഒരു 3 മണിക്ക് ആ പുല്ലാണ്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കയറിയത് വൈകുന്നേരം 6 മണിക്കാണ്. ഇത് കണ്ടോ റോഡിൻ്റെ അവസ്ഥ, ഞങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ரொம்ப മോശതാണേ അറിയില്ല. അതേപോലെ തന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു മൂഡ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് വിമാനം വിളിക്കാം കേട്ടോ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ കൗണ്ടറടി. പക്ഷേ ഹസ്ബൻഡിന് കൗണ്ടറടിയൊന്നും രസിക്കണില്ല. കാരണം എന്താ പറയുക, അവരെല്ലാം ഓട്ടണത്, അതിൻ്റെ റിസ്ക് അവർക്കല്ല. ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഓരോരുത്തർ ഓരോ പേപ്പർ അങ്ങോട്ട് തരും. ഇഷ്മോളാണെങ്കിൽ അത് കൈയിട്ട് വാങ്ങി ചെയ്യും കേട്ടോ. ഇതുണ്ടോ റോഡിൻ്റെ അവസ്ഥ, ഭയങ്കര മോശമാണ് കേട്ടോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ ഒരു വഴിയിലൂടെ ടൂറിസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരു അവസ്ഥ ആലോചിക്കുക, അതവിടെ കേട്ടെ എന്തെങ്കിലും. പക്ഷേ ഡെയിലി പോകുന്നവരുണ്ടല്ലോ, അവരൊരു അവസ്ഥ എന്തായിരിക്കും അല്ലേ. അങ്ങനെ അതിക്ക് പോകണോ ഇതിക്ക് പോകണോ എന്നൊക്കെ, ഗ്ലാസ് ബ്രിഡ്ജ് എന്തൊക്കെയോ വായിക്കുന്നുണ്ട് ഇഷ്മോളും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ എന്തായാലും അവിടെ നിന്ന് എത്തട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ടാണ് പോകണ്ടേ എന്നുള്ളത്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കണ്ടില്ലേ, കുലുങ്ങി കുത്തി പോകണത്, ഇതൊക്കെ കണ്ടില്ല, ആടിയിട്ടും ഇതായിട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരേന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇഷ്മോൾ അറിയേണ്ട ഗ്ലാസ് ബ്രിഡ്ജ് അതാ. ഞാനാണെങ്കിൽ എത്തക്കും വടക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വീഡിയോ എടുക്കണം, അവൾ പറയണതും കേൾക്കണം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ റോഡിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് കുലുങ്ങി കുത്തി ഇളകിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്താറായി. അപ്പോൾ അവിടെ എത്താറായപ്പോൾ തന്നെ അവിടെ ഉള്ളൊരു ചെക്കൻ പറഞ്ഞു ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ പറഞ്ഞാണ് പോയിക്കൂടി, അവൻ വിളിക്കണോടത്തേക്ക്. അപ്പം എന്തിനാ അറിയോ, കാറ് പാർക്കിങ്ങിനാണ്. അപ്പോൾ അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയിട്ട് കാറും കൊണ്ട് പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോകുന്നിടയിലാണ് കേട്ടോ ഇത് കണ്ടത്. ഇത് വിനോദയാത്രൻ്റെ ബസ്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ഇത് ഇങ്ങോട്ട് വന്നത്. അപ്പം എന്നോട് അറിയണേ, വെണ്ടക്ക അക്ഷരത്തിൽ ബാക്കിൽ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ വിനോദയാത്ര. ശരി തന്നെയാണ്, അത് ഞാനിട്ട് കണ്ടിരിക്കണ്. പക്ഷേ അതൊന്നും ഓടണ്ടേ, മൈൻഡിൽ ഓടിയില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എത്തിയപാടെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഹസ്ബൻഡ് ഗ്ലാസ് ബ്രിഡ്ജിക്കുള്ളതായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന 200 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. അങ്ങനെ ചെരുപ്പൊക്കെ റെഡിക്ക് വെച്ചതാണ്. കാരണം ഇറങ്ങി വരുന്ന ടൈമിൽ ഇനി ചെരുപ്പ് ഇടാതെ നടക്കേണ്ടി വന്നാലോ എഴുതിയിട്ട് കറക്റ്റ് സ്ഥലത്തൊക്കെ ചെരുപ്പ് അടുക്കി ഒതുക്കി വെച്ച് അങ്ങനെ ഹസ്ബൻഡ് കയറി. പിന്നെ ബാക്കിൽ ഞാൻ കയറുന്നുണ്ട് കേട്ടോ. അതൊന്നൊന്നര ഒരു വൈബായിരുന്നു, ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. അടിപൊളി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയട്ടോ. ആദ്യമക്കാണ്ട് കാലാണ് എടുത്ത് വെച്ചപ്പോണ്ടല്ലോ എൻ്റെ കാലം അങ്ങോട്ട് കുഴഞ്ഞെന്നറിയാം.
വീണില്ല എന്നുള്ളൂ. അത്രയ്ക്ക് പേടിയുണ്ട്. ഇതുണ്ടോ ഇഷ്മോൾക്ക് നല്ല പേടിയുണ്ട്. എനിക്കുണ്ടല്ലോ ഒരു വീടിൻ്റെ മുകളിൽ കയറിക്കാണ്ടേ താഴോട്ട് നോക്കുമ്പോൾ തന്നെ തല ചുറ്റുന്ന ഞാനാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നൊക്കാണ്ട് താഴെയും മേലെയും ഒക്കെ കണ്ട് നോക്കി എങ്ങനെയോ എന്തരോ ഒക്കെ എടുത്ത് വീഡിയോ ആണ് ഇട്ടതൊക്കെ. എനിക്ക് നല്ലോണം അങ്ങോട്ട് ബേജാറായിട്ടോ. പിന്നെ അങ്ങോട്ട് എൻഡിലോട്ട് പോകുമ്പോൾ ചെറിയൊരു ജെർക്കിങ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെയുള്ള കുറച്ച് ടീമുണ്ട് കേട്ടോ. അവർ കൗണ്ടർ അടിക്കുന്നുണ്ട്, ഇൻഷൂർ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ കേട്ടോ. അതൊക്കെ കേട്ട് കൗണ്ടർ അടിയിൽ ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, നമ്മളെ ജീവനല്ലേ, നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അവിടെ നിന്നാണ്ടൊക്കെ വലിയ ഇതിൽ എനിക്കൊരു ഇതുണ്ടോ ഇഷ്മോൾ അതിൻ്റെ അടിയിൽ നിന്നാണ്ടൊക്കെ നോക്കുകയാണ് എന്താ ഇപ്പോൾ സംഭവം എന്നൊക്കെ. അങ്ങനെ അതിൻ്റെ ഇതിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. ഒട്ടകം, കുതിര അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഹസ്ബൻഡിനോട് വെച്ച് അല്ലാ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, പണ്ടൊക്കെ ടൂർ പോയി എടുത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാണ് ഇതും ടൂറല്ലേ? ശരി തന്നെയല്ലേ, ഇതും ടൂർ തന്നെയാണ്, നമ്മളെ അടുത്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ ടൂർ തന്നെയാണല്ലോ. അങ്ങനെ ഇതുണ്ടോ അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞേ ഏതായാലും 200 കൊടുത്തത്, ഹസ്ബൻഡ് ഇങ്ങനെ പോവല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇപ്പം തന്നെ പോകണ്ട, 200 രൂപ കൊടുത്തല്ലോ, കുറച്ചങ്ങോട്ട് മുതലാക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു നൈറ്റൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇതുണ്ടത് ഒട്ടകം. മരുഭൂമിയിലൊക്കെ അല്ലേ പണ്ട് ഒട്ടകത്തിന് കണ്ടീന്, ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പെറ്റ്സ് പാർക്കിൻ്റെ അവിടേക്ക് എത്തിട്ടോ. പക്ഷെ പിന്നെ എന്തോ അങ്ങോട്ടാണ് പോകാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കുതിരനെയും ഒട്ടകത്തിനെയൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് നോക്കി നിൽക്കുക. കുതിരനെയൊക്കെ പണ്ടേ കുതിര എന്നാൽ മുതിര എന്നാൽ കുതിരാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ളൂ. ഇപ്പം അതാ മുതിര തിന്നൊന്നും വേണ്ട, കുതിരനെ തന്നെ അങ്ങോട്ട് എടുത്തുനിന്ന് കാണുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് എനിക്ക് കുതിര വാലാട്ടം കണ്ടപ്പോൾ നല്ല രസമായി തോന്നിയില്ലേ, എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ കുതിരയും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പുറത്ത് ആരെങ്കിലും ഒന്ന് കയറി തരുമോ. എന്താ ഇപ്പം പേടിയാണ്, കുതിരട്ട് അങ്ങോട്ട് ചവിട്ടി താത്തിയാണ്ടല്ലോ ജീവൻ വെറുതെ പോകും. എനിക്ക് അങ്ങനെയൊക്കെ പേടിയായിട്ട് സംഭവം. പിന്നെ എന്താ പറയുക, എല്ലാവരും കയറുമ്പോൾ കയറുക അത്രയൊക്കെ തന്നെ. പിന്നെ എപ്പോഴാണ് കിളി പോവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ ഇവിടെ നിന്നാണ്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ വീഡിയോ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഓരോരുത്തർ റീൽസ് കാര്യം ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിലേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഞാൻ അങ്ങനെ റീൽസ് എടുക്കും ഇങ്ങനെ റീൽസ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലം അങ്ങോട്ട് വെച്ചപ്പോണ്ടല്ലോ റീൽസ് പോയിട്ട് ഒന്നിനും തോന്നില്ല കേട്ടോ. ഒന്നാമത് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു അവിടെ. പിന്നെ അവരുടെ ഇടയിൽ നിന്ന് എടുക്കാനുള്ളൊരു നല്ലൊരു ചമ്മലുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്നല്ലാതെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒന്നങ്ങോട്ട് ചുറ്റിക്കറങ്ങിയിട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതിക്കാണ് കേട്ടോ ഇഷ്മോൾക്ക് ആകർഷണം. അപ്പോൾ ഞങ്ങളതൊന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല കേട്ടോ, വെറുതെ ഒന്ന് വാങ്ങി കൂട്ടുതന്നെ അതൊക്കെ. അതിന് ശേഷമാണ് ഇത് കണ്ടത്, കാളവണ്ടിയിലൊന്നും പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇതിലങ്ങോട്ട് കയറി തന്നെയാണ്. അങ്ങനെ ഇഷ്മോൾ കയറി കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വിവരണം ചരിത്രമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത ഹസ്ബൻഡ്, പണ്ട് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അതാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവൾ ഇരുട്ടത്തായാലും വണ്ടിയിൽ അങ്ങോട്ട് പോസ് ചെയ്യുന്നേ ഫോട്ടോക്കും വീഡിയോക്കും വേണ്ടിയിട്ട്. അങ്ങനെ കാളനെ കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ അവൾ കുറച്ച് ഡാൻസും കാര്യമൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കണ്ട് കുറച്ച് ടൈം നിന്നിട്ടോ. അങ്ങനെ അവൾ ഡാൻസും പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്കൊന്ന് കയറാനൊക്കെ ആഗ്രഹമുണ്ട്, ഇനി കൊമ്പമ്മ പിടിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് സമാധാനിക്കാന്ന്. ഞാനങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിച്ചേ ഇത് കുത്തൊന്നും ഇല്ലേക്കൂലേ. അങ്ങനെ കാള കുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതുണ്ടോ ഇത് ബ്രിഡ്ജിന് മുകളിൽ ലൈറ്റാണ്, അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടി കയ്യിൽ നിൽക്കിയായിരുന്നില്ലേ, അവിടെ നിന്ന് എപ്പോഴാണ് ആട്ടി വിടണം, ആ ടൈം വരെ അവിടെ അങ്ങോട്ട് നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം കണ്ടപ്പോഴാണ് മുകളിൽ നിന്ന് നല്ലൊരു സൗണ്ട് കേട്ടോ. ഞാനും പറഞ്ഞു തലേൻ്റെ മുകൾക്ക് എന്താപ്പോൾ ഈ വരുന്നത്. അപ്പം നോക്കുമ്പോഴാണ് കേട്ടോ സിപ്പ് ലൈനിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ പോകണത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കാണ്ടേ അവരറിയണേ ഹായ് ഹലോ കൂയി എന്നൊക്കെ. നമ്മളും അങ്ങോട്ട് ടാറ്റയൊക്കെ കാട്ടിക്കൊടുത്ത് ഇതണ്ടില്ലേ ഓല് വരുന്നത്. അങ്ങനെ അവിടുത്തെ കണ്ട് പിന്നെ കുറച്ച് ടൈമൊക്കെ അവിടെ നിന്ന്. പിന്നെ ഇഷ്മോൾ അങ്കണവാടി ടീച്ചർ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിവരെ ഇതിൻ്റെ അതേപോലെ ഇഷ്മോളൊന്നും അങ്ങോട്ട് നിന്നതാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞു കുറേ സമയമല്ല ഇങ്ങനെ നടക്കണ്, വയറിൻ്റെ ഉള്ളിലൊക്കെ എന്തേലൊക്കെ ഒന്ന് ആക്കല്ലേ. അപ്പോൾ പറഞ്ഞു എന്നായിക്കോട്ടെ ഐസ്ക്രീം ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കിഡ്സിൻ്റെ സെക്ഷനൊക്കെ വന്നിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ആർപ്പും വിളിയും നായാട്ടും. ഇതെന്താ പറയുക, ആ ഒരു റൈഡിൽ കയറിയിട്ടേ കുട്ടികളങ്ങോട്ട് ബേജാറായി. ഇഷ്മോളാണെങ്കിലോ ഇതാണ് കണ്ടപ്പോൾ തുടങ്ങിയാണ് ഗ്ലാസ് ബ്രിഡ്ജിക്കൊന്നും കയറേണ്ട, നമുക്ക് ദിക്കോ കുട്ടികളല്ലേ കണ്ടില്ലേ. ഇതിലാട്ടോ കുട്ടികളെ ആർപ്പും വിളിയും നായാട്ടും പോരാട്ടവും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരിക്കൽ ഞാനും ഇതേപോലെ ഒന്ന് കയറിയതാണ്. പിന്നെ എനിക്ക് ആഗ്രഹം കണ്ട് നിന്നു.
ഭയങ്കര വൊമിറ്റിങ്ങും കാര്യം വന്നിട്ടോ. പക്ഷെ എന്നാലും അവസരം കിട്ടിയാലൊക്കെ കയറും കേട്ടോ. കയറില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മളെ KSRTC ബസ് നിർത്തിയിട്ടിരിക്കണുണ്ടോ അവിടെ. അങ്ങനെ പിന്നെ ഇഷ്മോളെ നായാട്ട് ഇതിലായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് ടൈമൊക്കെ നിന്നില്ല. ഇതുണ്ട് ഞങ്ങളെ ആ KSRTC വന്ന ടീമുണ്ട്. അവർ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നാണ് നല്ല അടിപൊളി പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു നമുക്കൊന്നും അങ്ങോട്ട് പോയി നോക്കാം. പക്ഷേ ഒരട്ടം കയറി ഇറങ്ങിയവരെ പിന്നെ അങ്ങോട്ട് കയറ്റി വിടൂല കേട്ടോ. അങ്ങനെ അവരെ പാട്ടും നായാട്ടം കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ പറയണ നോക്കി KSRTC ബസ് നല്ല ആളും ഉണ്ട് കേട്ടോ. അങ്ങനെ അത് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരു പ്രാവശ്യം അങ്ങോട്ട് കയറി. അപ്പം ഞാൻ പറഞ്ഞേ നമുക്ക് ഇറങ്ങണ്ടില്ലേന്നില്ലേ. അപ്പം എന്നോട് പറയാണ് അത് കയറിയപ്പോൾ പേടിച്ച് വിറച്ചീന് എനിക്കിപ്പോൾ അവിടെ നിൽക്കാനോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാൻ കുട്ടികളെ സർക്കസാണ് കരുതിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഇഷ്മോൾ എത്ര വിളിച്ചാലും അങ്ങോട്ട് പോരൂല. അങ്ങനെ അവൾക്ക് എവിടെ ചെന്നാലും ഒരു ഫ്രണ്ട് ഉണ്ടാവും കേട്ടോ. ആ ഫ്രണ്ടാണ് കേട്ടോ ഇത്. അതിന് ശേഷം അവർക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. പോരുന്ന ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പെയ്യൽ തുടങ്ങി മഴയോട് മഴ. റോഡും മോശം, മഴയും നല്ലോണം അങ്ങോട്ട് ബുദ്ധിമുട്ടിട്ടോ. പിന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം അടുത്തൊന്നും വീടൊന്നുമില്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് കണ്ടോ ഞങ്ങൾ പോകുന്നത് വീഡിയോ എടുക്കല്ല കേട്ടോ, ആകാശത്തു നിന്നുള്ള വീഡിയോ ആണ്. അങ്ങനെ അപ്പോൾ ഇഷ്മോൾ ചോദിക്കുന്നുണ്ട് നമുക്ക് മിന്നൽ തട്ടുമോ എന്നൊക്കെ. എനിക്കും ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചെന്താ പറയുക, ബൈക്കിൽ വരുന്ന ടീമുണ്ടാവില്ല അവരൊരവസ്ഥ എനിക്ക് പാവം തോന്നിയിട്ടോ. ഹസ്ബൻഡ് ഇടയിൽ പറയുന്നുണ്ട് കാണുന്നുണ്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടില്ലേ. ചമ്മോ എന്താ അല്ലേ. അങ്ങനെ മറ്റേത് വീട്ടിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥ കേട്ടോ. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അറിയോ പിന്നെ റൂമൊക്കെ അടച്ചിട്ടാട്ടോ ഇരിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ വരാറില്ല. അങ്ങനെ അതും മഴയും മിന്നലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറിലാണെങ്കിലോ വിശപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ കഴിച്ചു തന്നിട്ട് വയറൊക്കെ അങ്ങോട്ട് നല്ല കട്ടിയും കനമുള്ളതൊക്കെ അങ്ങോട്ട് എത്തണമല്ലോ. അപ്പം ഞാൻ എവിടെ നിർത്തും, നല്ല കോരിച്ചേരുന്ന മഴ. അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലൊരു ടോപ്പിക്ക് വന്നാണ് കേട്ടോ. ഹസ്ബൻഡിനോട് തന്നെ ലൈസൻസൊക്കെ എടുത്ത് പെട്ടിയിൽ അങ്ങോട്ട് മടക്കി വെച്ചോളാം. ശരി തന്നെയാണ്, ലൈസൻസൊക്കെ എടുത്ത് വെച്ചേക്കണം. പക്ഷേ കാർ അങ്ങോട്ട് തൊടാറില്ല അത്ര തന്നെ. ഇതുണ്ടോ ഈ ഒരു ഇറങ്ങി വരുന്ന ടൈമിൽ അവിടെ ഒരു വീട് കാണാനുണ്ട് കണ്ടോ. വീടെല്ലാം ഒരു കടയാണ്. ആ ഒരു കടയും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡ്. അങ്ങനെ അതിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് ഹോട്ടലും തപ്പി അങ്ങോട്ട് നടന്നു. അങ്ങനെ തിരക്കില്ലാത്തൊരു ഹോട്ടലിൽ കയറി പറ്റി ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഇത് കണ്ടോ ബിഗ് ബോസിൻ്റെ ഫാനാണ് കേട്ടോ. അപ്പോൾ എവിടെ പോയാലും അത് മസ്റ്റായിട്ട് അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. നിഷ്മോൾ അങ്ങനെ കാണാറില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അവരെ കണ്ടപ്പോൾ കൂടെ കാണണമെന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടിയത്. അടിപൊളി ടേസ്റ്റാട്ടോ ഈ ഒരു ഹോട്ടലത്തെ ഫുഡ്. ഞങ്ങൾ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന്. ഇത് മോങ്ങത്താണ്. അങ്ങനെ ഞങ്ങൾ അത് ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്ന ടൈമിൽ ഞങ്ങളടുത്ത് ഒരു ചെക്കൻ വന്ന് കണ്ട് ഒരാൾ മഴയും കൊണ്ട് ഇങ്ങനെ പോവാണ് കണ്ടപ്പോൾ അങ്ങനെ അവരെ കയറ്റിട്ടോ. പിന്നെ എന്നും ഫ്രണ്ടിലിരിക്കുന്ന ഞങ്ങൾ അന്നേരം ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊരു സമാധാനമായി. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ ബാക്ക് സീറ്റിലുള്ള ആൾ ആരാണ് എന്താണ് ഒന്നും അറിയില്ല. പിന്നെ മഴയും കൊണ്ട് പോവില്ലേ എന്ന് ഒരു ദയ തോന്നിയിട്ട് അങ്ങനെ കയറ്റിയതാണ് കേട്ടോ. മനുഷ്യൻ്റെ കാര്യമല്ല, എപ്പോഴാണ് എന്താ തോന്നുന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വർത്തമാനം എല്ലാം പറഞ്ഞ് അവനെ കാറ്ററിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ നമ്മൾ അടുത്തുള്ള നെയ്ബറാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ആളെ. അങ്ങനെ അവിടെ വന്ന് താമസിക്കുന്നവരാണെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പിക്ക് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാമെന്ന്. വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.